നമുക്ക് അയർലൻഡിൽ ഇപ്പം വെതർ വാർണിംഗ് ഉണ്ട്, സ്നോഫോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം തലേന്ന് രാത്രിയിൽ ചെറിയ രീതിക്കൊക്കെ സ്നോ ഉണ്ടായിരുന്നു. വണ്ടി വളരെ സ്ലോ ആയിട്ട് ഡ്രൈവ് ചെയ്താണ് കേട്ടോ ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒന്ന് ഷടപടയെന്ന് റെഡിയാക്കി വെച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും പള്ളിയിലോട്ട് പോയത്. അങ്ങനെ പള്ളിയിൽ ചെന്ന് കുർബാനയൊക്കെ കൂടി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിറങ്ങി. ഇപ്പോഴും ക്രിസ്മസിൻ്റെ കുറച്ച് കാര്യങ്ങളും ഡെക്കറേഷനും പുൽക്കൂടും ഒക്കെ പള്ളിയിലുണ്ട്. അതൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എടുത്തു മാറ്റുമെന്നാണ് തോന്നുന്നത്. പള്ളിയിൽ നിന്ന് നേരെ വീട്ടിൽ വന്നു. കപ്പ പുഴുങ്ങിയതും തലേന്ന് വെച്ച നല്ല മീൻകറിയും കട്ടൻ കാപ്പിയും ഒക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഒട്ടും താമസിക്കാതെ നേരെ ടൗണിലോട്ടാണ് പോയത്. ഇന്ന് സ്ലൈഗോ ഓൺ ഐസ് എന്ന് പറഞ്ഞ് കിഡ്സിനും അഡൽസിനും ഒരേപോലെ എൻജോയ് ചെയ്യാവുന്ന ഒരു സ്കേറ്റിംഗ് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. ഐസ് സ്കേറ്റിംഗ് ഒന്നും ചെയ്യാൻ മാത്രമുള്ള ഒരു സ്നോ ഒന്നും അയർലൻഡിൽ നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനെ ചില അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇവർക്കത് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഇവരെ ഇന്ന് ഇവിടോട്ട് കൊണ്ടുവന്നത്. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയ ഉടനെ നമ്മളുടെ ഷൂ ഒക്കെ അവരുടെ കയ്യിലോട്ട് ഹാൻഡ് ഓവർ ചെയ്യണം. അവർ തരുന്ന ഐസ് സ്കേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ബ്ലേഡ്സ് ഉള്ള ഷൂ ആണ് കേട്ടോ നമ്മൾ പിന്നെ അത് യൂസ് ചെയ്യേണ്ടത്. ഒരാവേശത്തിനും എടുത്തിയാട്ടത്തിനും പറഞ്ഞതാ പിള്ളേരോട് ഞാനും വരാവുന്ന. ദേ നിൽക്കുന്നു ഇപ്പോൾ ഈ ടാറ്റയൊക്കെ കാണിച്ചുകൊണ്ട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. മുഖത്തോട്ടൊക്കെ അനുസരിച്ച് ഓരോ ബാച്ചായിട്ടാണ് കേട്ടോ ഇവർ എൻട്രി കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കയറുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ബാച്ചിലെ പല ആൾക്കാരും വീഴുന്ന കണ്ട് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഈ സാഹസത്തിനില്ലെന്ന്. അങ്ങനെ വേണ്ട അച്ചാച്ചനും പേടിച്ചു മാറിയൊക്കെ നിന്നാണ്. പക്ഷേ പിള്ളേരുടെ ഒപ്പം ആരെങ്കിലും ഒരാൾ കയറണമല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടും കൽപ്പിച്ച് പോയതാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് വീണിട്ടൊക്കെ ഉണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു 80% ആൾക്കാർക്കും നല്ല രീതിക്ക് സ്കേറ്റിംഗ് അറിയാവുന്നവരാണെന്ന് തോന്നിപ്പോകും കേട്ടോ. അതുപോലെ സ്പീഡിലാണ് അവർ സ്കേറ്റ് ചെയ്ത് പോകുന്നത്. പിന്നെ ദേ നമ്മുടെ ആൾ ലാലല്ല ഒക്കെ പാടി തിരുവാതിരയും കുച്ചിപ്പുടിയും ഒക്കെ കളിച്ച് എന്നിട്ട് ആ അറ്റത്തുനിന്ന് ഈ അറ്റം വരെ എങ്ങനോ പിടിച്ച് കണ്ട് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. എൻട്രി ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ തവണ വീഴുന്ന ആൾക്ക് ഒരു പ്രത്യേക സമ്മാനം ഉണ്ടെന്ന്. അക്കാര്യത്തിൽ പിന്നെ ഒരു സംശയമില്ല, ഇവൻ അത് ഇങ്ങ് തൂക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി സമ്മാനമൊക്കെ എടുത്തുകൊണ്ടാണ് കേട്ടോ വീട്ടിലോട്ട് എത്തിയത്. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നത് ഇതേ വേറൊരാളായിട്ടായിരുന്നു കേട്ടോ. അതേ കുഞ്ഞിക്കുട്ടനെയും തള്ളിയിട്ടിട്ട് ഒറ്റ പോക്കാണ് പോയത്. ദോ അവിടെ പോയി കിടപ്പുണ്ട്. അങ്ങനെ വീണ ആളെ രക്ഷിക്കാൻ വേണ്ടി ദേ ആ നീലച്ചേട്ടൻ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കൈയൊക്കെ കൊടുത്ത് ഒന്ന് എഴുന്നേൽപ്പിച്ച് വിട്ടിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ പണ്ട് സൈക്കിൾ കയറ്റം പഠിച്ചത് പല തവണ വീണിട്ടല്ലേ, അത്രേ ഉള്ളൂ കാര്യം. ഇതും കുറച്ച് തവണ ഒന്ന് വീണ് കഴിയുമ്പം കാര്യം സെറ്റാകും. അല്ലെങ്കിൽ ഇതാണ്ട് ഇതുപോലെ മക്കളുടെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ തെന്നി അങ്ങ് എത്താം. അപ്പോൾ പിന്നെ കൊച്ചവൻ്റെ കൂട്ടല്ല കേട്ടോ, അവൻ നല്ല ഡിസ്കോ സ്റ്റെപ്പൊക്കെ ഇട്ട് ഇതേപോലെയാണ് വീഴുന്നത്. അന്നക്കുട്ടി ഭയങ്കര കെയർഫുള്ളാണ്, ഒരു തവണ പോലും വീണില്ല. അതിനോട് ചേർത്തുണ്ട് ഈ പുള്ളി നല്ലതായിട്ട് വീഴുന്നുണ്ട്. ഐസ് സ്കേറ്റിംഗ് ഒക്കെ എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഇതേപോലെ ഡാൻസ് കളിച്ച് വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അങ്ങനെ നമുക്ക് അനുവദിച്ച ടൈം ഇവിടെ തീരുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ.